Hi friends, Assalamu alaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ തണ്ണിമത്തൻ ജ്യൂസ് ആയിട്ടാണ്. തണ്ണിമത്തനും വത്തക്കാന്നും പലയിടത്തും പലതാണ് പറയുക. ഞങ്ങളിവിടെ തണ്ണിമത്തൻ എന്നാണ് പറയുക. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ജ്യൂസ് റെസിപ്പിയാണിത്. ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വഴിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലിൻ ജ്യൂസ് റെസിപ്പിയാണിത്. ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു, അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയി. അപ്പോൾ നമുക്കെങ്ങനെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ഇനാബിൾ ചെയ്ത് ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മെഷറിംഗ് കപ്പിൽ അളന്നെടുത്താണ് 2 കപ്പ് തണ്ണിമത്തൻ അവിടെ കുരുവ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. തണുത്ത വെള്ളം തന്നെയാണ്, കാരണം കസ്കസ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടാണിത്. ഒരു 2 ടീസ്പൂൺ കസ്കസാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ ഈ ജ്യൂസൊക്കെ ആകുമ്പോഴത്തേനും അതൊന്ന് കുതിർന്ന് കിട്ടും, പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ആദ്യം തന്നെ ഒരു സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്കത് കുതിർത്ത് വെക്കാൻ ടൈം കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഈ തണ്ണിമത്തൻ ഇടുന്നത്. ഞാനിവിടെ ഫുൾ കുരും കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യില്ല. പിന്നെ ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ തണ്ണിമത്തൻ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ചേർത്താൽ മതി, വല്ലാതെ ചേർത്താൽ ആ ഇഞ്ചിയുടെ ഫ്ലേവറായിരിക്കും ഉണ്ടാകുക. ചെറുതായിട്ടൊന്ന് ചേർത്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പുതിനയില ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ജ്യൂസിലൊക്കെ പുതിനയില ചേർക്കണേ നല്ലൊരു ഫ്രഷ്നെസ്, റീഫ്രഷിങ് ഫീലായിരിക്കും നമുക്കൊരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ തണ്ണിമത്തൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുവ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരു പെട്ടൊരു കയ്പ്പ് ടേസ്റ്റ് ഇട്ടുള്ളൂ, അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടും. ഇനി നമുക്കിത് ബൗളിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ് വെക്കുന്നുണ്ട്, അതിലൂടെയാണ് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും ഇഞ്ചിയുടെ ആണെങ്കിലും, അതുകൊണ്ട് അരിച്ചിട്ട് വേണം ചേർത്തെടുക്കാൻ. നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഫുള്ളായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് വെക്കുന്നത് തണ്ണിമത്തൻ തന്നെയാണ്. ഞാൻ 1 കപ്പ് തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കടിക്കാൻ ഇഷ്ടമാണോ അത്രത്തോളം ചേർത്തെടുക്കാം. ഞാനൊരു 1-1.5 കപ്പോളം ചേർത്തെടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്തെടുക്കുക. നമുക്കത് കടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ. ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ജ്യൂസ് മാത്രം ചേർത്തെടുക്കാം, അതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആവുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതിൽ കുരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ എത്രത്തോളം മാറ്റിയാലും 1-2 ഉണ്ടാവും. നമ്മൾ കാണുമ്പോൾ അത് മാറ്റി വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്തെടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ച കസ്കസ് ഇതിലേക്കൊന്ന് ചേർത്തെടുക്കാം. ഫുള്ളായിട്ടൊന്ന് ചേർത്തെടുക്കാം. കാരണം ജ്യൂസ് റെസിപ്പിയിൽ കസ്കസ് ചേർക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കടിക്കാനും. കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല.
ഇത് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചിലവർക്ക് ഈ ഒരു കസ്കസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്തത് ഐസ് ക്യൂബ്സാണ്. നല്ല തണുത്തത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാൻ 4 ഐസ് ക്യൂബ് ഇട്ടിട്ട് ബാക്കി സെർവ് ചെയ്യുമ്പോഴാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. ഞാനൊരു ജഗ്ഗിലേക്കാണ് മാറ്റുന്നത്. നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാൻ ലെമൺ കൊണ്ടും പിന്നെ മിൻറ്റ് ലീഫ് കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഈ ഒരു ജ്യൂസ് റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. കാരണം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ജ്യൂസ് റെസിപ്പിയാണിത്. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ തന്നെ പ്രസ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അവരോട് ഷെയർ ചെയ്യാൻ പറയുക. എന്നിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ നിങ്ങൾ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. കമൻറ്റിലൂടെ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുക.